സൈലം ലേണിംഗ്. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കൾക്ക് പരീക്ഷാ കാലാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ, അതെങ്ങനെ ഉത്തരം എഴുതണം എന്നൊക്കെയുള്ള ഒരു തെരച്ചിലായിരിക്കും എന്റെ മക്കൾ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇന്നും ടീച്ചർ വന്നിരിക്കുന്നത് ഒരു മുൻവർഷ പരീക്ഷാ ചോദ്യവുമായിട്ടാണ്. അപ്പൊ അത് ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രസംഗം തയ്യാറാക്കാം. പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം അല്ലെ പ്രസംഗം തയ്യാറാക്കേണ്ടത്. നിങ്ങൾ പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഒരു പരീക്ഷാ ചോദ്യം അതെങ്ങനെയാണ് എഴുതുക നമുക്കൊന്ന് നോക്കണ്ടേ. പ്രസംഗം തയ്യാറാക്കാന്നാണ് കേട്ടോ. താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗപ്പെടുത്തി കൃഷിയും കേരളീയ ജീവിതവും, ഏതാണ് കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലഘു പ്രസംഗം തയ്യാറാക്കണം. ഇതേതാണ് പാഠം? താളും തകരയും എന്ന് പറയുന്ന പാഠത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ സൂചനകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നെൽവയലുകൾ നിറഞ്ഞു നിന്ന പണ്ടത്തെ കേരളം, വയൽ നികത്തി കെട്ടിടങ്ങൾ പണിയൽ, അതുപോലെ കൃഷിഭൂമി തരിശിടൽ, കൃഷിയോടുള്ള താല്പര്യമില്ലായ്മ, ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കൽ, ഇതൊക്കെയാണ് പറയുന്നത് അല്ലെ. പണ്ട് കേരളത്തിൽ നിറയെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. വയൽ നികത്തി ഇന്ന് അതെന്ത് ചെയ്യുന്നുണ്ട്? കെട്ടിടം പണിയാണ് ചെയ്യുന്നത്. ഭൂമിയൊക്കെ കൃഷിഭൂമിയെല്ലാം ഇങ്ങനെ തരിശായിട്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. അതുപോലെ ഇന്ന് പലർക്കും കൃഷിയോട് ഒരു താല്പര്യമില്ല. അതൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് വരുന്ന വേണ്ട പച്ചക്കറികളോ അല്ലെ ഭക്ഷ്യ സാധനങ്ങളോ ഒക്കെ വരുന്നത്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കണം. നമുക്ക് നോക്കാം. ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നെൽവയലുകൾ നിറഞ്ഞു നിന്ന പണ്ടത്തെ കേരളത്തിന്റെ ഓർമ്മകൾ ഇന്ന് ചില തലമുറകളിലെങ്കിലും ഉണ്ടാകും. ഭാഗമായി കിടക്കുന്ന നെൽവയലുകൾ ഇന്നും പഴമയുടെ ഓർമ്മകളാണ്. വയൽ നികത്തി ഇന്ന് പല കെട്ടിടങ്ങളും പണിതുയർത്തുന്നു. അപ്പോൾ നാം അറിയാതെ നമ്മുടെ നെൽവയലുകൾ അപ്രത്യക്ഷമാകുന്നു. വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറവാണ്. മാത്രമല്ല, ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന പുതിയ തലമുറ ഇന്ന് കൃഷിയെ പുറം കാലുകൊണ്ട് തട്ടിക്കളയുന്നു. പക്ഷേ ഭക്ഷ്യവസ്തുക്കളായി നമ്മൾ ഇന്ന് പല അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ജനങ്ങൾക്ക് കൃഷിയോടുള്ള താല്പര്യം, ഭക്ഷ്യവസ്തുക്കളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിക്കപ്പെട്ടിരുന്നു പണ്ട് അല്ലെ. ഇന്നതില്ല. എന്നാൽ ഇന്ന് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ജീവിതവും അല്ലെ മാറുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുക. നമ്മൾ കൃഷിയെ മറക്കുമ്പോൾ, കൃഷിഭൂമി നികത്തുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ശാലീന സൗന്ദര്യമാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം എന്ന് പറയാം. ഇത് തന്നെ എഴുതണമെന്നില്ല, പക്ഷെ ഇതിലെ പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മക്കൾക്കൊരു പ്രസംഗം തയ്യാറാക്കാം. അപ്പൊ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? പ്രസംഗം ഏത് വരികയാണെങ്കിലും ആദ്യം നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലെങ്കിൽ ഏവർക്കും നമസ്കാരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം. അവസാനം നന്ദി, നമസ്കാരം. ഏത് വിഷയം തരികയാണെങ്കിലും നിങ്ങൾ എഴുതണം. ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് തന്നിരിക്കുന്ന സൂചനകളെങ്കിലും വെച്ചുകൊണ്ട് എന്റെ മക്കൾക്കൊരു പ്രസംഗം തയ്യാറാക്കാൻ കഴിയും കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക, ലൈവ് ക്ലാസ്സുകൾ കാണുക. പരീക്ഷയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ A ഗ്രേഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ പിന്നെ വീണ്ടും വരാം. അതുവരേക്കും ബൈ.